ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഉള്ളിത്തണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തിട്ട് പയറൊക്കെ അരിയുന്ന പോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യരുത്. കട്ട് ചെയ്യുന്നതിന് മുന്നേ വാഷ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് നമുക്ക് തോരനാക്കാം. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം. അതാവുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു 10 എടുത്താൽ മതി. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകും, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വെള്ളം ഇതിൽ ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 1 ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിത്തണ്ട് വെന്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.